അരവിന്ദ്, അങ്ങനെ ഏതാണ്ട് 2 മാസക്കാലം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെടുപ്പും ഒക്കെ അതങ്ങനെ കഴിഞ്ഞു. പക്ഷേ എന്നാലും പോലും ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും ആകാംക്ഷയുണ്ട്. ഈ TDP എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ കൃത്യമായി കേട്ടതാണ്. അതൊക്കെ ഇനി അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലേക്ക് NDA സഖ്യം എത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ ആരൊക്കെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യും, ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ന് ബി ജെ പിയുടെ അല്ല NDAയുടെ പാർലമെന്ററി യോഗമാണ് ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യോഗത്തിലൊരു സമ്പൂർണ്ണ തീരുമാനം ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? ജിൽസി, 2014-ലും 2019-ലും BJP നേരിടാത്തൊരു വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അവർക്ക് പ്രധാന വകുപ്പുകൾ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ കൃത്യമായ ഒരു ആധിപത്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയാണ്. TDPയും JDUവിനെയും എങ്ങനെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ മന്ത്രിസഭയിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഇരു പാർട്ടികളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. 5 ക്യാബിനറ്റ് പദവിയും അതുപോലെ തന്നെ ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് TDP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം JDUവും സമാനമായ രീതിയിൽ 5 ക്യാബിനറ്റ് പദവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ BJP ഈ ആവശ്യങ്ങളോട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. 3 ക്യാബിനറ്റ് പദവിയും TDPക്ക് നൽകാം, അതുപോലെ തന്നെ 3 ക്യാബിനറ്റ് പദവിയും അതുപോലെ തന്നെ ഒരു സഹമന്ത്രി സ്ഥാനവും JDUവിന് നൽകാമെന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യത്തോട് ഇതുവരെ ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് 11 മണിയോടുകൂടിയാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് യോഗം ചേരുന്നത്. അതിൽ എല്ലാ NDA വിജയിച്ച എല്ലാ MLA-MPമാരും പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് ഈ 11 മണിക്കുള്ള യോഗത്തിൽ നടക്കും. എന്തായാലും ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് NDA നേതാക്കൾ ആവശ്യപ്പെടും. ഞായറാഴ്ച തന്നെ മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് തുടരുന്നത്. കാരണം JDU അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആവശ്യങ്ങൾ, ഒരുപക്ഷെ BJPയുടെ അജണ്ടയിലുള്ള നിരവധി കാര്യങ്ങളിൽ പുനഃപരിശോധന വേണമെന്നൊരു ആവശ്യം JDU അടക്കം മുന്നോട്ട് വച്ചിരുന്നു. അതൊന്നും അംഗീകരിക്കാതെ എങ്ങനെ BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം JDU കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാമെന്നതാണ് പ്രധാനമായും BJPയിൽ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പ്രധാനമന്ത്രിയും JP നദ്ദയും അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ളവർ യോഗം ചേർന്നിരുന്നു. എന്തായാലും ഇന്ന് 11 മണിക്കാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. അതിലൊരു തീരുമാനമുണ്ടാകും. ഞായറാഴ്ച തന്നെ നേരത്തെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു സൂചനകൾ പുറത്തു വന്നത്. പക്ഷേ ഈ ചർച്ചകൾ നീളുന്ന ഒരു സാഹചര്യത്തിലാണ് ഞായറാഴ്ചത്തേക്ക് സത്യപ്രതിജ്ഞ മാറ്റാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി വാർത്തകൾ ഡൽഹിയിൽ നിന്നുള്ളത്, ഉഷ്ണതരംഗം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ നേരിയ ശമനമുണ്ട്. അത് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരിൽ കോടതിയിൽ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നുണ്ട്. ബംഗളൂരിലെ മുൻ BJP സർക്കാരിനെ 40% കമ്മീഷൻ സർക്കാർ എന്ന ആരോപണം രാഹുൽ ഗാന്ധി അടക്കം ഉയർത്തിയിരുന്നു. ഇതിലാണ് ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടത്. ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയിരുന്നു. രാഹുൽ ഗാന്ധിയോട് ഇന്ന് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയും ഇന്ന് കോടതിയിൽ ഹാജരാകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന തലങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആ കത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ ആവശ്യമുയർത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. മുതിർന്ന നേതാക്കളടക്കം രാഹുൽ ഗാന്ധിയോട് തന്നെ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ഉയർത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ജിൽസി.